നമസ്കാരം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക, അവരുടെ പേര് 3 പ്രാവശ്യം പറയുക. ബോട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡാണ് 2 ഓഫ് കപ്സ്. ഈ കാർഡ് പരസ്പരമുള്ള ആകർഷണത്തെയും ആത്മാർത്ഥമായ പ്രണയത്തെയും ഒരേ തരംഗദൈർഘ്യത്തിലുള്ള അഥവാ സോൾമേറ്റ് കണക്ഷനെയുമാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രണയവും അടുപ്പവും ഉണ്ട് എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഈ സ്പ്രെഡിൽ 3 ഓഫ് കപ്സ് കാർഡും കിട്ടിയിട്ടുണ്ട്. ഇത് സന്തോഷം, ഒത്തുചേരൽ, നിങ്ങളുടെ സാന്നിധ്യം നൽകുന്ന ആഹ്ലാദം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങൾ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഇത് ക്യൂൻ ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളെ അവർ കാണുന്നത് വളരെ സ്നേഹമുള്ള, അവരെ നന്നായി മനസ്സിലാക്കുന്ന, വൈകാരികമായി ഏറെ അടുപ്പമുള്ളൊരു വ്യക്തിയായിട്ടാണ്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. നിങ്ങളോടുള്ള പ്രണയം വെറും ഒരു താല്പര്യമല്ല, മറിച്ച് ആഴത്തിലുള്ള വൈകാരികമായൊരു ബന്ധമാണ്. നമുക്ക് ബോട്ടം കിട്ടിയത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ കാർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഈ ബന്ധത്തിന് ശക്തമായ ഒരു അടിത്തറയുണ്ടെന്ന് കാണിക്കുന്നു. ഈ പ്രണയം വെറും ഒരു ആകർഷണം മാത്രമല്ല, ഇതിന് ഒരു ഭാവിയുണ്ടെന്നും നിങ്ങളോടൊപ്പം ദീർഘകാലം മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഈ കാർഡ് വ്യക്തമാക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിനോ അല്ലെങ്കിൽ ബന്ധം കൂടുതൽ ദൃഢമാക്കാനോ ഉള്ള സാധ്യതയും ഇത് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ അവർ നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ ആത്മാർത്ഥതയും വൈകാരികമായ ആഴവും ഒപ്പം ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹവും വ്യക്തമായി കാണാം. സന്തോഷകരമായ ഒരു ഊർജ്ജമാണ് ഈ കാർഡുകൾ പങ്കുവയ്ക്കുന്നത്. ഇതാണ് കാർഡുകളിലൂടെ യൂണിവേഴ്സ് നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.